നിതിൻ രാജിന്റെ മരണത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് എന്നൊരു യാഥാർത്ഥ്യമാണ് 17 ദിവസം കഴിഞ്ഞിട്ടും ഒന്നാം പ്രതി ഡോക്ടർ എം കെ റാമിനെ കണ്ടെത്താനായിട്ടില്ല. റാം ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഒളിവിൽ കഴിയുന്നു എന്നാണ് സൂചന. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ റാം ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അന്വേഷണത്തിൽ കുടുംബത്തിനും അതൃപ്തിയുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നതാണ് കുടുംബം പറയുന്നത്. നിതിൻ രാജിന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ പ്രിൻസിപ്പലിനും ഡോക്ടർ ലതയ്ക്കും അടക്കമുള്ള പങ്ക് അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. വി എസ് രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ നിതിൻ രാജിന്റെ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 17 ദിവസമായി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നിതിൻ രാജിനെ വിളിച്ചു വരുത്തിയ ശേഷം അവിടെ വളരെ രോഷത്തോടുകൂടി അവനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും അതിനുശേഷം തൊട്ടു പിന്നാലെയാണ് ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരെയൊന്നും പ്രതി ചേർത്തിട്ടുമില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർ റാമുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ താനും ഒരു പിന്നാക്കക്കാരനാണ് എന്നൊരു വാദമൊക്കെ ഉന്നയിച്ചു. പക്ഷേ കോടതിയിൽ അത് തള്ളിപ്പോയി. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങാനിരിക്കുന്നു. അപ്പോൾ കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് നീങ്ങാൻ ഡോക്ടർ റാമിന് സമയം അനുവദിക്കുകയാണോ പോലീസ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രഞ്ജിത്ത്. സ്മൃതി, അതുതന്നെയാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ പോലീസ് കാത്തുനിന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് ആന്ധ്രയിലേക്ക് അന്വേഷണവുമായി പോലീസ് പോകുന്നത്. ഇപ്പോൾ ആന്ധ്രയിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. റാമിന്റെ ഫോൺ കോൾ രേഖകളും അതോടൊപ്പം തന്നെ ടവർ ലൊക്കേഷനും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് പോലീസിന്റെ ഭാഷ്യമാണ്, അല്ലെങ്കിൽ പോലീസിന്റെ വിശദീകരണമാണ്. അതിനിടയിൽ തന്നെ റാം ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഡോക്ടർ സംഗീത, മറ്റൊരു അധ്യാപികയായിട്ടുള്ള സംഗീത, ഇന്നലെ പോലീസിന് മുമ്പിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിന് തുടക്കത്തിൽ ഒരു വൈമനസ്യമുണ്ടായിരുന്നു. കാരണം ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് നേരിട്ട് ബന്ധിപ്പിക്കാൻ റാമുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ പോലീസ് സംസാരിച്ചിരുന്നു. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയോടുകൂടി റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആന്ധ്ര കേന്ദ്രീകരിച്ചൊരു അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആ ദൃശ്യങ്ങളിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരുണ്ടായിരുന്നു. അവർക്കെതിരെ ഒന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ആത്മഹത്യാ പ്രേരണ, ജാതി അധിക്ഷേപം തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കുന്ന തരത്തിലുള്ള തെളിവുകളും പോലീസ് ഇനിയും ശേഖരിക്കേണ്ടതുണ്ട്. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വി എസ് രഞ്ജിത്ത് നൽകിയിരിക്കുന്നത്. ഏതായാലും എന്താണ് ഈ സംഗീത നമ്പ്യാർ എന്ന അധ്യാപിക നൽകിയ മൊഴി എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്ന് കരുതാം.